ഹലോ എവ്രി വൺ. ഇന്നൊരു ചെറിയ സെലിബ്രേഷനാണ് ഇവിടെ കാണിച്ചു തരുന്നത്. എൻ്റെ ഹസ്ബൻഡ് പിറന്നാളാണ്. അപ്പോൾ അതിനുള്ള ഒരു സദ്യ, ചെറിയൊരു സദ്യ ഉണ്ടാക്കുകയാണ്. നമ്മൾ നാളെ സെലിബ്രേറ്റ് ചെയ്യും, പിന്നെ ഡേറ്റ് ഓഫ് ബർത്തും സെലിബ്രേറ്റ് ചെയ്യാറുണ്ട്. ഇതിപ്പോൾ ഇന്ന് നാളാണ് വന്നിരിക്കുന്നത്. അപ്പോൾ വെജിറ്റബിൾസ് എല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ചെറിയൊരു സദ്യയാണ് ഉണ്ടാക്കുന്നത്. അവിയൽ ഇത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അവിയലിൻ്റെ കഷ്ണങ്ങളെല്ലാം കട്ട് ചെയ്ത് വേവിക്കാൻ വെച്ചു. ഇഞ്ചിപ്പുളി ഉണ്ടാക്കാനായിട്ട് എണ്ണ ചൂടാക്കി കടുകും പിന്നെ ഉലുവയും വറ്റൽമുളക് കരിവേപ്പില എല്ലാം ഒന്ന് മൂത്ത ശേഷം നമ്മുടെ ഇഞ്ചിയും പച്ചമുളകും ചെറുതായിട്ട് കട്ട് ചെയ്തത് ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ട് നമുക്കൊന്ന് വറുത്തെടുക്കണം, ചുവന്ന കളറാവുന്നത് വരെ. പരിപ്പ് വേവിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ കൂട്ടുകറിക്ക് കടലയും സോക്ക് ചെയ്തതാണ് വേവിക്കാൻ വെച്ചിരിക്കുകയാണ്, ഉപ്പും ചേർത്തിട്ട്. ഇവിടെ നമ്മുടെ ഇഞ്ചിപ്പുള്ളിയുടെ ഇപ്പോൾ ഇഞ്ചിയുടെയൊക്കെ നിറം മാറി വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ തോരൻ ഉണ്ടാക്കാനായിട്ട് വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കുന്നത്. എണ്ണ ചൂടായപ്പോൾ നമ്മുടെ സവാളയും പച്ചമുളകും കരിവേപ്പിലയും എല്ലാം ഇട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഒന്ന് വഴന്ന് വരുമ്പോൾ ഇപ്പോൾ കായ് ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ചെറുതായിട്ട്. അപ്പോൾ നമ്മുടെ ഈ കായ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കായ കൊണ്ടുള്ള തോരനാണ് ഉണ്ടാക്കുന്നത്. വെള്ളമൊന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. എന്താണെന്ന് വെച്ചാൽ ഇത് വേഗം പാകത്തിന് ഉപ്പും ആഡ് ചെയ്ത ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അടച്ചിട്ട് വേവിക്കാൻ പോവുകയാണ്. ഇതൊരു 5 to 8 മിനിറ്റ്സിൽ തന്നെ ഇത് കുക്കായിട്ട് കിട്ടുകയും ചെയ്യും. അപ്പോൾ അടച്ചതാ വേവിക്കണു. നമ്മുടെ ഇഞ്ചിപ്പുളി നന്നായിട്ട് വറുത്തിട്ടുണ്ട്. ഇപ്പോൾ പുളി നന്നായിട്ട് പിഴിഞ്ഞെടുത്ത് പുളിവെള്ളം ആഡ് ചെയ്യുകയാണ്. എന്നിട്ട് ഇതിൻ്റെ കൂടെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും പാകത്തിനുള്ള ഉപ്പും ആഡ് ചെയ്യാം. നമ്മൾ ഈ പിറന്നാളിന് ചെയ്യുമ്പോൾ ഒന്നിൻ്റെയും ടേസ്റ്റ് നോക്കില്ല. എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റ് നമ്മൾ വിളക്ക് കത്തിച്ച് വിളക്കിൻ്റെ മുന്നേ വെക്കണം. അപ്പോൾ അത് കാരണം ഒന്നിൻ്റെയും ടേസ്റ്റ് നോക്കുന്നില്ല, പാകത്തിന് അങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ കുറച്ച് കായവും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കൊരു ശർക്കരയുടെ അച്ചാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതിൽ നന്നായിട്ടൊന്ന് മെൽറ്റായിട്ട് വരട്ടെ. അപ്പോഴത്തേനും ഇവിടെ നമ്മുടെ കായ് വെന്ത് വന്നിട്ടുണ്ട്. നാളികേരം ഞാൻ ചതയ്ക്കുന്നില്ല, ഞാൻ ഡയറക്റ്റായിട്ട് അങ്ങനെ ആഡ് ചെയ്യുകയാണ്. അപ്പോൾ നാളികേരവും കൂടെ ആഡ് ചെയ്ത ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ തോരൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതങ്ങോട്ട് മാറ്റി വയ്ക്കാം. ഇവിടെ അവിയലിൻ്റെ കഷ്ണങ്ങളൊക്കെ നന്നായി വെന്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് അരപ്പ് ആഡ് ചെയ്യണം. അതിനിപ്പോൾ നാളികേരം, പച്ചമുളക്, ജീരകം ഇതൊന്ന് നമുക്ക് അരച്ചെടുക്കണം. കോഴ്സ് ഗ്രൈൻഡ് ചെയ്ത ശേഷം ഞാൻ തൈരും ഇതിൽ തന്നെ ചേർത്ത് അരയ്ക്കാൻ പോവുകയാണ്. അപ്പോൾ പണി എളുപ്പമാകും. അപ്പോൾ പാകത്തിന് ഉള്ള തൈര് എടുത്തിട്ടുണ്ട്. അതും ചേർത്ത് നമുക്ക് അരച്ച് കൊണ്ടുവരാം. പിന്നെ കുറച്ച് കരിവേപ്പിലയും ചേർത്തിട്ട് ഒന്ന് പൾസ് ചെയ്യുക. എന്നിട്ട് ഈ അരപ്പ് നമുക്ക് അവിയൽ വെന്ത കഷ്ണത്തിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അരപ്പ് ആഡ് ചെയ്ത ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ്. നമ്മൾ തൈരിൻ്റെ പുളിയാണ് ഈ അവിയലിന് എടുക്കുന്നത്. അങ്ങനെ നല്ല കട്ടിക്ക് നമ്മുടെ അവിയൽ വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് കുറച്ച് കരിവേപ്പിലയും ആഡ് ചെയ്ത് കൊടുക്കണം. പിന്നെ വെളിച്ചെണ്ണയും തുടിച്ച് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് മുകളിൽ വെളിച്ചെണ്ണ ഇങ്ങനെ ഡ്രിസിൽ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അങ്ങോട്ട് അടച്ച് വെച്ചാൽ മതി. അപ്പോൾ ഈ വെളിച്ചെണ്ണയുടെയും കരിവേപ്പിലയുടെയും ഒക്കെ നല്ലൊരു ഫ്ലേവർ നമ്മുടെ അവിയലിലേക്ക് വരും. അപ്പോൾ അങ്ങനെ അവിയലും റെഡിയായി. ഇവിടെ നമ്മുടെ ഇഞ്ചിപ്പുളിയും ശർക്കരയൊക്കെ മെൽറ്റായിട്ടുണ്ട്. ഇഞ്ചിപ്പുളിയും അങ്ങനെ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇഞ്ചിപ്പുളി കാത്തോരൻ അവിയൽ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ചെയ്യാൻ പോകുന്നത് മത്തൻ വെച്ചിട്ടുള്ള എരിശ്ശേരിയാണ്. മത്തൻ വെള്ളം പാകത്തിന് ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും കുറച്ച് ഉപ്പും ആഡ് ചെയ്ത ശേഷം ബോയിൽ ചെയ്യാനായിട്ട് വെക്കാം. പരിപ്പ് ഓൾറെഡി അവിടെ കുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്, പ്രഷർ കുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇവിടെ മത്തൻ ഒന്ന് വെന്ത് വരണം. നമ്മുടെ കടലയും അപ്പോഴത്തേനും കുക്കായി പ്രഷർ കുക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതും റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ കടലയുടെ വെള്ളം തന്നെയാണ് ഞാൻ ചേനയിൽ ആഡ് ചെയ്ത് കൊടുക്കണേ. കൂട്ടുകറിക്ക് ഞാൻ ചേനയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, പിന്നെ പെപ്പർ പൗഡറാണ് യൂസ് ചെയ്യുന്നത്. പെപ്പറാണ് കൂട്ടുകറിക്ക് മുന്നിട്ട് നിൽക്കേണ്ടത്. അപ്പോൾ ഇതും കൂടി ആഡ് ചെയ്ത ശേഷം ബോയിൽ ചെയ്യാനായിട്ട് വെക്കാം. പാകത്തിന് ഉപ്പും ആഡ് ചെയ്തിട്ട്
അപ്പോൾ കൂട്ടുകറിക്ക് ചേന മാത്രം വേണമെങ്കിൽ കായൊക്കെ ആഡ് ചെയ്യാം, പക്ഷെ ഞാൻ ചേന മാത്രമേ ആഡ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഇതും അവിടെ ബോയിലാവട്ടെ. ഇപ്പോൾ അതാ നമ്മുടെ മത്തൻ നന്നായിട്ട് വെന്ത് വരുന്നുണ്ട്. അതിലേക്ക് ഇപ്പോൾ വേവിച്ച പരിപ്പ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് പരിപ്പും മത്തനും കൂടി ഇനി ഒന്ന് നന്നായിട്ട് ബോയിലാവണം. അപ്പോൾ അരപ്പിനിതാ നാളികേരം, 2 ചെറിയ ഉള്ളി, 1 വെളുത്തുള്ളി, ജീരകം, ഇതൊന്നും നമുക്ക് അരച്ചെടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ അരപ്പ് വേണം നമുക്ക് ആഡ് ചെയ്യാനായിട്ട്. അതിനിടയ്ക്ക് ഇതാ പായസം ഉണ്ടാക്കാൻ നെയ്യ് ആഡ് ചെയ്ത് കൊടുത്തു. സേമിയ ആഡ് ചെയ്ത ശേഷം നന്നായിട്ട്, ഇത് വറുത്ത സേമിയാണ്, എന്നാലും ഒന്നും കൂടെ നെയ്യിലൊന്ന് വറുത്തെടുക്കുകയാണ്. അപ്പോൾ സേമിയ ഒന്ന് നെയ്യിൽ നന്നായിട്ട് കോട്ടഡായ ശേഷം പാകത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ്. ഞാൻ ഈ സേമിയയുടെ കൂടെ നമ്മുടെ ചവ്വരിയും കുറച്ച് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മുടെ സേമിയ വറുത്തതിന് ശേഷം വെള്ളം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ ചവ്വരി നേരത്തെ തന്നെ കുറച്ച് വെള്ളത്തിൽ കുതിരാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കഴുകിയ ശേഷം. അപ്പോൾ ചവ്വരി ഇനി നമുക്കിതാ വെള്ളം ഡ്രെയിനും ചെയ്തിട്ടുണ്ട്. ഇത് നമ്മുടെ സേമിയയിലൊക്കെ അങ്ങോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ സേമിയയിലേക്ക് ചവ്വരി ആഡ് ചെയ്യുകയാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ചവ്വരി ആഡ് ചെയ്ത ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിവിടെ ഇരുന്നിട്ടൊന്ന് വെന്ത് വരട്ടെ. നമ്മുടെ ചേന വെന്തിട്ടുണ്ട്. അതിലേക്ക് ഇതപ്പോൾ പ്രഷർ കുക്ക് ചെയ്ത കടല ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. നമ്മുടെ പരിപ്പും മത്തനും കൂടെ നന്നായിട്ട് യോജിച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് അരപ്പ് ആഡ് ചെയ്ത് കൊടുത്ത ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. പാകത്തിന് കുറച്ച് വെള്ളവും ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം ഇനി അരപ്പിലൊരു 2-3 മിനിറ്റ്സ് ഒന്ന് ബോയിൽ ചെയ്തെടുക്കാം. അപ്പോൾ അങ്ങനെ നമ്മുടെ മത്തൻ എരിശ്ശേരിയും അങ്ങനെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ കൂട്ടുകറിക്ക് നാളികേരവും ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും പിന്നെ ജീരകവും മഞ്ഞൾപ്പൊടി അരച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ആ അരപ്പ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അരപ്പ് ആഡ് ചെയ്ത ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇതിലേക്ക് ഞാൻ ഒരു 1 ടേബിൾ സ്പൂൺ ശർക്കരയും ആഡ് ചെയ്തിട്ടുണ്ട്. ശർക്കരയും ആഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ കൂട്ടുകറിയും റെഡി ആയിട്ടുണ്ട്. ഇനി വറവ് വേണം ഇടാനായിട്ട്. സേമിയയും ചവ്വരിയൊക്കെ വെന്തിട്ടുണ്ട്. ഇപ്പോൾ പാൽ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ പാലൊന്ന് ബോയിൽ ചെയ്ത് വരുമ്പോൾ പാകത്തിനുള്ള പഞ്ചസാര അത് നമുക്ക് മധുരത്തിനനുസരിച്ച് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനിയിപ്പോൾ ഈ ഷുഗറിലും കടന്നിട്ട് നന്നായിട്ടൊന്ന് തിളക്കട്ടെ. നമ്മുടെ പാലും എല്ലാം കുറച്ചൊന്ന് കുറുകി വരട്ടെ. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്ത് തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് ഒരു 1 ടീസ്പൂൺ നമ്മുടെ ചുക്കും ജീരകവും ഏലക്കയും കൂടെ പൊടിച്ചതാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ വറവിടാനായിട്ട് ഇപ്പോൾ നമ്മുടെ താളിച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മുടെ എരിശ്ശേരിക്ക് താളിച്ചിടുകയാണ്. കടുകും വറ്റൽമുളകും കരിവേപ്പിലയും. അപ്പോൾ എരിശ്ശേരിയുടെ താളിപ്പ് റെഡിയായിട്ടുണ്ട്. അങ്ങനെ ഈ ഒരു കറിയും റെഡിയായി. ഇനിയിപ്പോൾ ചെയ്യാൻ പോകുന്നത് കൂട്ടുകറിക്കാണ്. കടുകും വറ്റൽമുളകും കരിവേപ്പിലേക്ക് ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരു പിടി നാളികേരവും ഇട്ടിട്ട് നമുക്കൊന്ന് ചുവക്കനെ വറുത്തെടുക്കണം. അപ്പോൾ നാളികേരം ഒന്ന് ചുവന്ന് വരട്ടെ. അതിന് ശേഷം ഇത് കൂട്ടുകറിക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കൂട്ടുകറിയിലേക്ക് നമുക്കിതിപ്പോൾ ആഡ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അങ്ങനെ കൂട്ടുകറിയും റെഡിയായി. പിന്നെ ഇനിയിപ്പോൾ കാച്ചാൻ പോകുന്നത് പപ്പടമാണ്. പപ്പടവും ഇല്ലാതെ എന്ത് സദ്യ. അങ്ങനെ പപ്പടവും കാച്ചി എടുത്ത് വെച്ചിട്ടുണ്ട്. ഹസ്ബൻഡിന് സാമ്പാർ ഇഷ്ടമല്ല, അതുകൊണ്ടാണ് സാമ്പാർ ഉണ്ടാക്കാത്തത്. അവർക്ക് ഇഷ്ടമുള്ള കറികളാണ് ഉണ്ടാക്കിയത്. അപ്പോൾ ചെറിയൊരു സദ്യയാണ് ഉണ്ടാക്കിയത്. ഇപ്പോൾ എല്ലാം ടേബിളിൻ്റെ മുകളിൽ വെച്ചിട്ടുണ്ട്. വിളക്കും വെച്ച് വിളക്കിൻ്റെ മുന്നിലും ആഹാരം വിളമ്പി വെച്ചിട്ടുണ്ട്. പ്ലേറ്റിൽ തന്നെയാണ് വിളമ്പിയത്. ചെറിയൊരു സദ്യയല്ലേ. അപ്പോൾ ഉച്ചയൂണിന് സദ്യയും റെഡിയാക്കി. ഇനി പിറന്നാൾ കുട്ടിയെ വിളിക്കണം ആഹാരം കഴിക്കാനായിട്ട്. അപ്പോൾ ഇന്നത്തെ എൻ്റെ ചെറിയൊരു സദ്യയും സെലിബ്രേഷനുമാണ് ഞാനിവിടെ കാണിച്ചു തന്നത്. ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് മൈ യൂട്യൂബ് ചാനൽ.